നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേതാക്കൾക്കൊപ്പം ചലച്ചിത്ര സാംസ്കാരിക മേഖലയിലെ പ്രമുഖരെയും BJP പരിഗണിക്കുന്നു. BJPയോട് അടുത്ത് നിൽക്കുന്ന വോട്ടർമാരെ അല്ലാതെ ആകർഷിക്കാൻ ശേഷിയുള്ള സ്ഥാനാർത്ഥികളെയാണ് നേതൃത്വം പരിഗണിക്കുന്നത്. സംസ്ഥാനത്തെ 20 സീറ്റുകളിൽ പകുതിയിലെങ്കിലും പ്രതിച്ഛായയുള്ളവരെ കണ്ടെത്താനാണ് BJPയുടെ തീരുമാനം. തൃശൂരിൽ സുരേഷ് ഗോപി നേടിയെടുത്ത അംഗീകാരം കൂടി പരിഗണിച്ചാണ് പാർട്ടിയുടെ ഈ തീരുമാനം. സംസ്ഥാനത്ത് BJP ഏറ്റവും കൂടുതൽ വിജയസാധ്യത കൽപ്പിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നായ പത്തനംതിട്ടയിൽ നടൻ ഉണ്ണി മുകുന്ദനെ പരിഗണിക്കാനാണ് നീക്കം. സംഘപരിവാറുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന താരമാണ് ഉണ്ണി മുകുന്ദൻ. അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പരസ്യമായി പ്രതികരിച്ച ഉണ്ണി മുകുന്ദൻ BJPയുമായി കൂടുതൽ അടുക്കുകയാണെന്ന വിലയിരുത്തലുണ്ട്. പത്തനംതിട്ടയിൽ ഉണ്ണി മുകുന്ദനെ കൂടാതെ കുമ്മനം രാജശേഖരൻ, PC ജോർജ് എന്നിവരുടെ പേരും പരിഗണിക്കുന്നു. ഇതിനിടെ KS ചിത്രയെയും നേതൃത്വം മത്സരിക്കാൻ സമീപിച്ചേക്കും. ചിത്ര മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചാൽ BJPയുടെ A ക്ലാസ് മണ്ഡലമെന്നറിയപ്പെടുന്ന തിരുവനന്തപുരത്ത് പരിഗണിച്ചേക്കുമെന്നാണ് സൂചന. കോഴിക്കോട് മണ്ഡലത്തിൽ രാജ്യസഭാ MP കൂടിയായ PT ഉഷയെ പരിഗണിക്കാനാണ് നീക്കം. ഉഷ സമ്മതം പറഞ്ഞാൽ കോഴിക്കോട് സീറ്റിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട്. ശോഭാ സുരേന്ദ്രന്റെ പേരും കോഴിക്കോട് ഉയർന്നു കേട്ടിരുന്നു. എന്നാൽ PT ഉഷ സ്ഥാനാർത്ഥിയായാൽ BJP ഇതര വോട്ടുകൾ നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് പാർട്ടി വിലയിരുത്തൽ. ഇനി PT ഉഷ മത്സരിക്കാനില്ലെങ്കിൽ PK കൃഷ്ണദാസിന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. വിവിധ മണ്ഡലങ്ങളിലേക്കായി BJP നേതൃത്വം പത്മ പുരസ്കാരം ഉൾപ്പെടെ നേടിയവരെ പരിഗണിച്ചേക്കുമെന്നാണ് മറ്റൊരു സൂചന. ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിൽ സഭയുമായി അടുത്ത ബന്ധമുള്ള വ്യക്തികളെ കണ്ടെത്താനാണ് പാർട്ടി നീക്കം. ആലപ്പുഴ മണ്ഡലം തുഷാർ വെള്ളാപ്പള്ളിക്ക് നൽകി രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായ വയനാട് BJP ഏറ്റെടുത്തേക്കുമെന്നാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ ദേശീയ ഭാരവാഹികളായ AP അബ്ദുള്ളക്കുട്ടി, അനിൽ ആന്റണി എന്നിവരെ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 30% വോട്ടാണ് BJP ലക്ഷ്യമിടുന്നത്. അയോധ്യ രാമക്ഷേത്ര വികാരം തെന്നിന്ത്യയിലും ഒരു കൈ നോക്കാൻ തന്നെയാണ് BJP തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിൽ വരെ നേതൃത്വം അക്ഷതം വിതരണം ചെയ്തതും അയോധ്യയിലെ പ്രതിഷ്ഠയുടെ നോട്ടീസ് എത്തിച്ചതും. ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം കഴിഞ്ഞ പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ ദർശനം നടത്തിയതും രാഷ്ട്രീയ ലക്ഷ്യം മുന്നിൽ കണ്ടാണെന്ന് വേണം കരുതാൻ.